നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഫോക്കസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില ഫോണിനകത്ത് ഫോക്കസ് മോഡ് എന്നായിരിക്കും കാണാൻ സാധിക്കാം. എന്താണ് ഈ ഫോക്കസ് മോഡ്, ഇത് എങ്ങനെ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിഞ്ഞു വെക്കണം. എല്ലാ സമയത്തും നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഫോക്കസ് മോഡ്. പലപ്പോഴും നമ്മുടെ ഫോണിനകത്ത് ഒരുപാട് ഫീച്ചറുകളുണ്ടെങ്കിലും പല ആളുകൾക്കും അത് എന്തിനു ഉപയോഗിക്കുന്നു എന്നറിയില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് മോഡിനെ കുറിച്ചാണ് പരിശോധിക്കുന്നത്. ഈ ഫോക്കസ് മോഡ് നമ്മൾ ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഇതുപോലെ കാണാൻ സാധിക്കും. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോക്കകത്തുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാകില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഫോണിനകത്തും ഇത്തരത്തിൽ ഫോക്കസ് മോഡ് എന്ന ഫീച്ചർ കാണാൻ സാധിക്കും. ഇനി ഫോക്കസ് മോഡ് ഏതെങ്കിലും ഫോണിനകത്ത് കാണുന്നില്ലെങ്കിൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും നിങ്ങളുടെ ഫോണിനകത്ത്. ഇതുപോലെ നോട്ടിഫിക്കേഷൻ ബാറിൽ അത് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടൈൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ എഡിറ്റ് ഐക്കൺസ് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് ഫോക്കസ് മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് വരും. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫോക്കസ് മോഡ് എന്ന ഫീച്ചർ കാണാൻ സാധിക്കും. എല്ലാ മൊബൈൽ ഫോണിലുള്ള ഫീച്ചറാണ്. അപ്പോൾ ഈ ഫോക്കസ് മോഡ് നമ്മൾ ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എത്താൻ സാധിക്കും. ഈ ഫോക്കസ് മോഡ് ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ പലപ്പോഴും മൊബൈൽ ഫോണിൽ അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പഠനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മൾ സാധാരണ നമ്മുടെ വാട്സപ്പോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റ് ഫേസ്ബുക്കോ ഒക്കെ ഉപയോഗിച്ച് നമ്മളറിയാതെ സമയം കളഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് പല ആളുകളും നേരിടാറുണ്ട്. ഇതിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ്. അത് നമുക്കിപ്പോൾ ഏതൊക്കെയാണ് ഇത്തരത്തിൽ ഫോക്കസ് മോഡിലേക്ക് മാറ്റേണ്ടതെങ്കിൽ, ഇതുപോലെ ആപ്പുകൾ ഞാൻ സെലക്ട് ചെയ്യാണ്. വാട്സപ്പ് സെലക്ട് ചെയ്തു, യൂട്യൂബ് സെലക്ട് ചെയ്തു, വേണമെങ്കിൽ ഞാനൊരു ഫേസ്ബുക്ക് സെലക്ട് ചെയ്തു. ഈ 3 ആപ്പ് ഞാനിപ്പോൾ മുകളിലോട്ട് ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം, ഈ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 3 ആപ്പ് മുകളിൽ കാണാം, സെലക്ട് ചെയ്യാത്ത താഴെയും കാണാൻ സാധിക്കും. ഇനി നമുക്കിവിടെ സെറ്റ് ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം സ്ഥിരമായിട്ട് നിങ്ങൾ പഠനത്തിന് വേണ്ടി ഇരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ നമുക്ക് ആ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാവിലെ 9 മണി മുതൽ അല്ലെങ്കിൽ 5 മണി വരെ, അല്ലെങ്കിൽ 1 മണിക്കൂർ സമയത്തേക്കാണെങ്കിൽ 1 മണിക്കൂർ സമയത്തേക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് എല്ലാ ദിവസവും ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ദിവസങ്ങളാണ് വേണ്ടാത്തതുണ്ടെങ്കിൽ അത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം വെള്ളി ശനി ഞായറും 3 ദിവസം വേണ്ട, അല്ലെങ്കിൽ വെള്ളി ശനി ഞായറും മാത്രം മതി, ബാക്കിയുള്ള ദിവസങ്ങൾ വേണ്ട എന്നാണെങ്കിൽ ഇതുപോലെ അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത സമയം. ഈ ഷെഡ്യൂൾ ചെയ്ത സമയം വേണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്കിവിടെ താഴെ ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വാട്സപ്പ് ഇതാ ഒരു ഡാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ കാണാം വാട്സപ്പ് ഇതാ ഡാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഡാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ ഡാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇതുപോലെ വാർണിംഗ് മെസ്സേജ് വരും. ഇവിടെ നിങ്ങളുടെ വാട്സപ്പ് ഫോക്കസ് മോഡിൽ ഓൺ ആണ് എന്നിവിടെ കാണാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് തൽക്കാലത്തേക്ക് അത്യാവശ്യമാണെങ്കിൽ 5 മിനിറ്റ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ താഴെ കാണാം യൂസ് ആപ്പ് ഫോർ 5 മിനിറ്റ് എന്നുള്ളത്. ഈ കാണുന്നത് ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ സമയത്തേക്ക് നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ കാണാൻ സാധിക്കും വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. നേരത്തെ ബ്ലറായിരുന്നു, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫോക്കസ് മോഡിലേക്ക് തന്നെ മാറും. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ സമയം വരെ നമ്മൾ വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ യൂട്യൂബോ നമ്മൾ അറിയാതെ ഫോൺ എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മാന്യലായിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഫോൺ എടുക്കും, വാട്സപ്പ് ചെക്ക് ചെയ്യും. ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇങ്ങനെ ബ്ലറിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും ഇത് ഫോക്കസ് മോഡിലാണ് എന്നുള്ളത്. അപ്പോൾ സ്വയം നമ്മെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ഫോണിനകത്തുള്ളൊരു ഫീച്ചറാണ് ഫോക്കസ് മോഡ് എന്നുള്ളത്. ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും മുകളിൽ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിക്കുക. ഇവിടെ ഫോക്കസ് മോഡ് എന്നുള്ളത് ഓൺ ആയിരിക്കും, കാണാൻ സാധിക്കും. ഈ ഫോക്കസ് മോഡ് എന്നുള്ളത് ഓൺ ആയിരിക്കും. ഇത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഓഫായി കഴിഞ്ഞ് നമ്മുടെ വാട്സപ്പിലേക്കും യൂട്യൂബിലേക്കും വന്നാൽ എല്ലാം പഴയതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. അനിയന്ത്രിതമായി നമ്മുടെ വാട്സപ്പ് യൂട്യൂബൊക്കെ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.